പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയരെ, തിരുവെഴുത്തുകൾ നാം പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ദാൻ ഗോത്രത്തിൽ ഉള്ളവനായി സോരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മാനോഹ എന്നു പേർ. അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്: നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല. എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക. വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും എന്ന് വചനം പറയുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്തെന്ന് വെച്ചാൽ, മാനോഹയുടെ കുടുംബം, ഇസ്രായേൽ ജനം എല്ലാവരും ഫെലിസ്ത്യരുടെ അടിമത്തത്തിൽ അവിടെ പ്രവാസത്തിലായിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്ത് ദൈവത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന് അകന്നു പോയി ദൈവത്തെ മറന്ന് ജീവിക്കുന്ന കാലം, ദൈവമില്ലാത്ത കാലം, ദൈവഭയമില്ലാത്ത കാലം, ദൈവവുമായി ഒരു ബന്ധമോ ഇല്ലാതെ ജീവിക്കുന്ന ദൈവജനത്തിന്റെ ഒരു കാലം. ആ കാലത്തിൽ പോലും ദൈവം തന്റെ ജനത്തെ മറക്കുന്നില്ല. ദൈവം തന്റെ ജനത്തെ കരുതാൻ വിട്ടുപോകുന്നില്ല. ഇവിടെ മാനോഹ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കുടുംബത്തിൽ മച്ചിയായി പ്രസവിക്കാത്തവളായി ഇരിക്കുന്ന അവന്റെ ഭാര്യയെ വിസിറ്റ് ചെയ്യുവാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് അവരെ അനുഗ്രഹിക്കുന്നത് കാണാൻ സാധിക്കുന്നു. സാഹചര്യം നോക്കിയാൽ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റാത്ത ഒരു നിലയിലാണ് അവരുടെ, നമ്മൾ പറയാറില്ലേ, അവരുടെ കയ്യിലിരിപ്പിനുള്ളത് അവർക്ക് കിട്ടിയെന്ന്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണമെന്ന്. എന്നാൽ ഇവിടെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത്, ദൈവത്തിന് പ്രസാദമില്ലാത്തത് ചെയ്ത് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് 40 സംവത്സരങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ അടിമത്തത്തിൽ വീണ്ടും കിടക്കുന്ന ഈ ജനം ദൈവത്തിന്റെ കൃപ ലഭിച്ചവരായി മാറുന്നതാണ് ഇവിടെ കാണുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളായിരിക്കുന്ന പ്രതികൂലത്തിന്റെ ആ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളുടെ വീഴ്ചകൾ കൊണ്ടായിരിക്കാം, നിങ്ങളുടെ കുറവുകൾ കൊണ്ടായിരിക്കാം, നിങ്ങൾ ദൈവത്തിൽ നിന്ന്, ദൈവത്തെ മറന്ന് അകന്ന് പോയതിന്റെ പ്രതിഫലനങ്ങളായിട്ടായിരിക്കാം നിങ്ങൾ ഇന്ന് പലതും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പല അടിമത്തത്തിലും നിങ്ങൾ കിടക്കുമ്പോൾ, ഇതിന്റെ നടുവിൽ കരുണ കാണിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്, പ്രബോധിപ്പിച്ച് പറയുകയാണ്. പ്രിയരെ, ശിംശോന്റെ ജനനമായിരുന്നു അവിടെ സംഭവിച്ചത്. അവിടെ തിരുവെഴുത്ത് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആ അധ്യായത്തിന്റെ അവസാനത്തെ താളുകളിൽ വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തായോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്ദീപിപ്പിച്ചു തുടങ്ങി. ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് പുറത്തെടുക്കാൻ ഒരുത്തൻ ഇറങ്ങും. ഞാൻ നിങ്ങളോട് ആത്മാവിൽ ദൂത് പറയുന്നു. ഇന്ന് നീ മച്ചിയായിരിക്കുന്നുവെങ്കിൽ, നീ പ്രസവിക്കാത്തവളെങ്കിൽ, ഒരു തലമുറയ്ക്കായി നീ കാത്തിരിക്കുന്ന ഒരു അനുഭവത്തിൽ ആയിരിക്കുന്ന ഒരു സഹോദരിയെങ്കിൽ, ഒരു അപ്പനാകൻ കൊതിച്ച് കാത്തിരിക്കുന്ന ഒരു മകനാണ്, ഒരു ഭർത്താവാണ് താങ്കളെങ്കിൽ, യേശുവിന്റെ ആത്മാവിൽ ദൈവവചനം തെളിവായി ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തികളുടെ, സൽപ്രവൃത്തികളുടെ, നിങ്ങളുടെ നല്ല ഭക്തിയുടെ തെളിവിന് അടയാളമായിട്ടല്ല, നിങ്ങളോട് കരുണ തോന്നുന്ന ദൈവത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു തലമുറ ഉണ്ടാകുക തന്നെ ചെയ്യാം. ഇപ്പോഴുള്ള സാഹചര്യം എത്ര പ്രതികൂലമായിരുന്നാലും സാഹചര്യം മൊത്തം അനുകൂലമാക്കി മാറ്റുവാനും അടിമകളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാനും, നീ എത്ര നോക്കിയിട്ടും രക്ഷപ്പെടാൻ കഴിയാത്ത ഈ ജീവിതത്തിൽ നിന്നെ, നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനും ചില ജന്മങ്ങൾ ജനിച്ച് വീഴുക തന്നെ ചെയ്യണം. അങ്ങനെയെങ്കിൽ ശിംശോന്റെ ജനനത്തിലൂടെ അവന്റെ അപ്പനും അവന്റെ അമ്മയും ഇസ്രായേൽ മക്കൾ എല്ലാവരും ഫെലിസ്ത്യരുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് പുറപ്പെട്ടു വരുവാൻ ദൈവം അവനെ ഉദ്ദീപിപ്പിച്ചു തുടങ്ങി തന്റെ ആത്മാവിനാൽ. അങ്ങനെ ചിലതിനെ നിന്റെ കുടുംബത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അങ്ങനെ ചില സന്തതികൾ നിന്റെ വീടിന്റെ അകത്ത് ജനിക്കട്ടെ, നിന്റെ ഉദരത്തിന്റെ അകത്ത് ഉത്ഭവിക്കട്ടെ. എന്റെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആരുടെയും ആത്മാവിൽ ദൂത് പറയുന്നു. ഹല്ലേലൂയ. മാനോഹയ്ക്ക് ഒരു തലമുറ ഉണ്ടായി, ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു രാജ്യത്തെ തന്നെ വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവന്നതുപോലെ നിന്നിലൂടെ കർത്താവ് പലരെയും അത്ഭുതമാക്കാൻ പോകുന്നു. നിന്റെ സന്താനങ്ങളിലൂടെ ദൈവം പലതിനെയും നേടാൻ പോകുന്നു, പല ദേശങ്ങളിൽ പിടിക്കാൻ പോകുന്നു. അതുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ഞാൻ പറയുന്നു, കർത്താവ് അവരെ ഉപയോഗിക്കും, അവരെ രൂപാന്തരപ്പെടുത്തും. ഇവിടുത്തെ സാഹചര്യം പ്രതികൂലമാണ്, പക്ഷെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ദൈവത്തിന്റെ അനുകൂലത നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. കാത്തിരിക്കുക.
പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വം കാണാം. God bless you.